എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു, എന്താണെന്ന് നമുക്ക് നോക്കാം എന്നതിനാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ആദ്യത്തെ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ മാറ്റം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയിലെ മാറ്റം അറിയാൻ ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഒന്നാമത്തെ പൈല്, അതായത് ഈ പൈല് തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആ മാറ്റം പോസിറ്റീവാണ്. നിങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തി അഗാധമായി നിങ്ങളെ സ്നേഹിക്കുന്നു. ആ മാറ്റം പോസിറ്റീവാണ്. ഏതെങ്കിലും തരത്തിൽ സ്നേഹമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാത്തൊരവസ്ഥ ഉണ്ടായെങ്കിൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ പോസിറ്റീവായിട്ട് സ്നേഹിക്കുന്നൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ പോസിറ്റീവായ സ്നേഹം ഒരുപാട് ശക്തി നൽകുകയാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ശക്തി നിങ്ങൾക്ക് നൽകുകയാണ്. ആ ശക്തി വളരെ കുറച്ചൊന്നുമല്ല നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ആ ശക്തി വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ സഹായിക്കുന്നു, വളരെ കാര്യക്ഷമതയോടെ നിങ്ങളെ സഹായിക്കുന്നു. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയുടെ സ്നേഹം കിട്ടുന്നു. നിങ്ങൾ പല ഘട്ടത്തിലും ആഗ്രഹിച്ചിട്ടുണ്ട്, ഇത്രയും എന്നെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നെങ്കിൽ, ആ വ്യക്തി എന്നെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ ആഗ്രഹം സഫലമാകുന്ന രീതിയിലേക്ക്, നിങ്ങളുടെ ആ ഇഷ്ടം സഫലമാകുന്ന രീതിയിലേക്ക് ആ പ്രണയം എത്തുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ളൊരു സന്തോഷം ഉണ്ടാക്കും. നിങ്ങൾ ആഗ്രഹിച്ചതിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ലാതെ, നിങ്ങൾ ആഗ്രഹിച്ചതിന് യാതൊരു തരത്തിലുള്ള കുറവും സംഭവിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൃഢമാണ് ആ സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി, നിങ്ങൾക്ക് വേണ്ടി എല്ലാം അർപ്പിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അതിശക്തമായി ആ വ്യക്തിയോടൊപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു. നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തി ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് മാറുകയാണ്. അടുത്ത നമുക്ക് ഈ പൈല് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ മുഴുവൻ ഒരു ശൂന്യത നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചവരാരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ദുഃഖം നിങ്ങളിലുണ്ട്. പലരും നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പല കാലഘട്ടത്തിലും. പക്ഷേ അവരെ നിങ്ങൾ സ്നേഹിച്ചിട്ടും അവർ നിങ്ങൾക്ക് സ്നേഹം നൽകിയില്ല. പലരും സ്നേഹം നിങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് പറഞ്ഞ് അഭിനയിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്നേഹം നൽകിയിട്ടില്ല. ആ സ്നേഹം അന്യമായി പോയപ്പോൾ, കിട്ടാതെ പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായി. എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ആളുകൾ വെറുക്കുന്നു? എന്തുകൊണ്ട് എന്നെ ആളുകൾ സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ ആളുകൾ സ്നേഹിക്കുന്നില്ല? അങ്ങനെയുള്ള മാനസികമായ വിഷമങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും അവഗണനകളും ഒക്കെ സഹിക്കേണ്ടി വന്നു. എന്നാൽ എല്ലാവരെയും നിങ്ങൾ സ്നേഹിച്ചു. നിങ്ങൾ പലപ്പോഴും സ്നേഹിക്കുന്നത് സ്വാർത്ഥമായ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായിരുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെ ആത്മാർത്ഥമായി സ്നേഹിച്ച, ആത്മാർത്ഥമായി കൊണ്ടു നടന്ന നിങ്ങളെ എല്ലാവരും തിരിച്ച് സ്നേഹിക്കേണ്ടതായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നടന്നത് അതല്ല. അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയി, അവർ നിങ്ങളെ പരിഗണിക്കാതെ പോയി, അവർ നിങ്ങളെ ഉൾക്കൊള്ളാതെ പോയി. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക്, എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്തെങ്കിലും തിരിച്ചു വന്നിരുന്നെങ്കിൽ, എന്നെ അവഗണിക്കുന്നവർ, ഞാൻ സഹായിച്ചിട്ടും ഞാൻ സ്നേഹിച്ചിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ നൽകുവാനുള്ളതെല്ലാം നൽകിയിട്ടും എന്നെ അവഗണിച്ചവർ എൻ്റെ അടുത്തേക്കൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് നടന്നില്ല. കാരണം നിങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവർ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി നിലപാടെടുത്തു, അവർക്ക് വേണ്ടി നിലകൊണ്ടു. പക്ഷേ അവർ തിരിച്ച് നിങ്ങളെ സ്നേഹിച്ചില്ല.
അവർ നിങ്ങളെ തിരിച്ചു ഉൾക്കൊണ്ടില്ല. അവരുടെ സ്നേഹവും അവരുടെ ഇഷ്ടവും വേണ്ടുവോളം കിട്ടാനായിട്ട് നിങ്ങളെന്നും ഉണ്ടായിരുന്നു. പക്ഷേ അവർ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല. അവർ നിങ്ങളെ ഉൾക്കൊണ്ടില്ല. അതിൻ്റെ മാനസികമായ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതാ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ശക്തി കേൾക്കുന്നു. അവർ നിങ്ങളെ സ്വീകരിക്കുന്നു. അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അവർ നിങ്ങളെ ഉൾക്കൊള്ളുന്നു. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ ശക്തി അത്ര വലുതാണ്. നിങ്ങളില്ലാതെ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോയി ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ ശക്തി വളരെ വലുതാണ്. അവർ അറിയുകയാണ് നിങ്ങളുടെ വില. അവർ മനസ്സിലാക്കുകയാണ്. അവഗണിച്ചത് തെറ്റായിപ്പോയെന്നുള്ള കുറ്റബോധത്തിൽ അവർ നിങ്ങളിലേക്ക് അടുത്തു വരികയാണ്. അവർക്ക് മനസ്സിലാവുന്നു തങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റായിരുന്നു. സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചില്ല, ഇഷ്ടപ്പെടേണ്ടവരെ ഇഷ്ടപ്പെട്ടില്ല, എല്ലാവരും തെറ്റായിപ്പോയി. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. നിങ്ങളിലേക്ക് അവരെത്തുകയാണ്. നിങ്ങളെ വില വെക്കാതിരുന്നവർ, നിങ്ങൾ സ്നേഹിച്ചിട്ട് നിങ്ങളെ സ്നേഹിക്കാതിരുന്നവർ അറിയുകയാണ് നിങ്ങളുടെ വില. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.